സിനിമാ മേഖലയിൽ ഓരോ ദിവസവും ഓരോ ആരോപണങ്ങളാണ് ഉയരുന്നത്. ലൈംഗിക ആരോപണം കൂടാതെ സിനിമാ സെറ്റുകളിലും താമസ സ്ഥലങ്ങളും നേരിടേണ്ടി വന്ന വിവേചനങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി 15-ലധികം പരാതികളാണ് ഇതിനകം പോലീസിന് ലഭിച്ചത്. സിനിമാ മേഖലയിലുണ്ടായ അതിക്രമങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ വഴിയോ നവമാധ്യമങ്ങൾ വഴിയോ ആരൊക്കെ പരാതി ഉന്നയിച്ചാലും അവരുടെ മൊഴിയെടുക്കാൻ തീരുമാനിച്ചു. മൊഴി നൽകുന്നവർക്ക് കേസുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യും. ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ DGPയുടെ ഉത്തരവോടെ ഉടൻ പ്രത്യേക സംഘത്തിന് കൈമാറും. 4 വനിതാ IPS ഉദ്യോഗസ്ഥരാകും അന്വേഷണം നടത്തുക. ഇതിനുശേഷം മൊഴി രേഖപ്പെടുത്തലും സാക്ഷിമൊഴിയും തെളിവ് ശേഖരിക്കലുമെല്ലാം സൂക്ഷ്മതയോടെ വേണമെന്ന് DGP നിർദ്ദേശം നൽകി. കോടതിയിൽ നിന്നും അന്വേഷണ സംഘത്തിന് തിരിച്ചടി നേടാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കണം. ഓരോ ഉദ്യോഗസ്ഥയ്ക്ക് കീഴിലും ആവശ്യത്തിന് വനിതാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനും യോഗം തീരുമാനിച്ചു. ആരോപണം ഉന്നയിച്ച യുവതിക്കെതിരെ സിദ്ദിഖ് നൽകിയ പരാതി ഉൾപ്പെടെ പ്രത്യേക സംഘത്തിന് കൈമാറി. അന്വേഷണ പുരോഗതി സംഘത്തിന് നേതൃത്വം നൽകുന്ന IG സ്പർജൻ കുമാർ എല്ലാ ദിവസവും ക്രൈംബ്രാഞ്ച് മേധാവിയെ അറിയിക്കണം. അതേസമയം സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക അതിക്രമത്തിന് കേസ് നൽകിയ ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ രഹസ്യമൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ഇതിനുശേഷം രഹസ്യമൊഴി രേഖപ്പെടുത്താനായി മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകും. കേരളത്തിലേക്ക് വരാനുള്ള അസൗകര്യം പരാതിക്കാരി പ്രകടിപ്പിച്ചാൽ ബംഗാളിലെ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകാനുള്ള നടപടികൾക്കായി കോടതി മുഖേന പോലീസ് നടപടി സ്വീകരിക്കും. അതേസമയം ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തതോടെ സംവിധായകൻ രഞ്ജിത്ത് തുടർ നിയമ നടപടികൾക്കുള്ള നീക്കം തുടങ്ങി. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.